സപ്പോസ് നിങ്ങളുടെ പ്രകൃതിയുടെ ഒരു നിയമമാണ്, നമ്മളിപ്പം ഒരു ഫിനിഷിംഗ് പോയിന്റ് വെച്ചു. അപ്പൊ അതിനകത്ത് ഒരു സ്ലോ റണ്ണറും ഉണ്ട്, ഒരു ഫാസ്റ്റ് റണ്ണറും ഉണ്ട്. ഹായ് നീറ്റ് ആസ്പിറൻസ്, IPS നീറ്റ് പോയിന്റിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്, ആവറേജ് ആണ് ഞാൻ, അല്ലെങ്കിൽ ജസ്റ്റ് എബോ ആവറേജ് ആണ്, എന്നെ കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടുമോ എന്നെല്ലാം. സോ ഞാൻ 2 എക്സാമ്പിളുകൾ പറയാം. ഫസ്റ്റ് പയ്യൻ അവൻ എബോ ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറയാം. കാരണം അവൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഹി വാസ് നോവർ, അതിനകത്ത് റാങ്കിനകത്തൊന്നും വരുന്ന, നമ്മൾ ആ ഒരു പ്രൈം കാറ്റഗറി എന്ന് പറയുന്ന അതിനകത്ത് വരുന്ന ആളായിരുന്നില്ല. ബട്ട് ഫൈനലി ഹി ഗോട്ട് അഡ്മിഷൻ ഫോർ MBBS ഇൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. പക്ഷെ ഇനി രണ്ടാമത്തെ ഇൻസ്റ്റൻസ് നമ്മൾ പറയുന്നു, ആ പയ്യൻ നന്നായിട്ട് ഹൈലി ഇന്റലിജന്റ് എന്ന കാറ്റഗറിയിൽ തന്നെ പെടുത്ത, ബട്ട് ഫസ്റ്റ് ടൈം അവൻ റിപ്പീറ്റ് ചെയ്തു. പക്ഷേ MBBS അവന് ക്രാക്ക് ചെയ്യാൻ അവന് അഡ്മിഷൻ കിട്ടിയില്ല. അതിന് താഴെ MBBS താഴെയുള്ള കോഴ്സിലോട്ടാണ് അഡ്മിഷൻ കിട്ടിയത്. സോ ഇവിടെ വന്ന ഡിഫറൻസ് എന്തായിരിക്കും? ആസ് ഫാർ ആസ് ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം, നമ്മൾ ആ 2 കേസുകൾ അതിലോട്ട് വരാം. അതിനു മുമ്പ് ഞാൻ ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു ഫീൽഡിൽ നമ്മൾ എങ്ങനത്തെ ക്വാളിറ്റിയുള്ള ആളുകൾക്കാണ് ഇവിടെ രക്ഷപ്പെടുന്നത്, ഇവിടെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. അതിനകത്ത് 3 ക്വാളിറ്റീസ് ആണ്. യു ഷുഡ് ബി ഹൈലി പാഷനേറ്റ്. പാഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ് ആണ് നമ്മളത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എക്സൈറ്റഡ് ആകും, ഡെഫിനറ്റ്ലി അതിന്റെ പിറകെ പോകും. സോ പാഷൻ. ദെൻ പേഷ്യൻസ് ആണ്. കാരണം നീറ്റ് എന്ന് പറയുമ്പം വിത്തിൻ 1 or 2 ഡേയ്സോ അങ്ങനെയൊന്നും കിട്ടുന്നതല്ല. അത് ത്രൂ ഔട്ട് ദ ഇയർ ബുക്കിന് മുമ്പിൽ ഇരിക്കാനുള്ള ഒരു പേഷ്യൻസ് വേണം. അതും 10ഉം 15ഉം 16 മണിക്കൂറുകൾ ബുക്കിന് മുമ്പിൽ ഇരിക്കാനും, ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്ത് വേഗത കൂട്ടാനും, എക്സാമുകൾ ധാരാളം അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പേഷ്യൻസ് വേണം. അതോടൊപ്പം തന്നെ ഒരുപാട് സ്ട്രഗിളുകളിലൂടെ കടന്നു പോകുമ്പം എന്തോ നല്ലത് വരാനിരിക്കുന്നു എന്ന ഒരു ചിന്തയോടെ കൂടി ഇതിനെല്ലാം മറികടക്കാനുള്ള ഒരു ക്ഷമ, പേഷ്യൻസ് നമുക്ക് വേണം. അത് ചിലപ്പം ഒരുപാട് സമയമെടുക്കും ഈ ഒരു പ്രോസസ്സിലോട്ട് എത്താൻ, ആ ഒരു പാഷൻ അച്ചീവ് ചെയ്യാൻ, അക്വയർ ചെയ്യാൻ എല്ലാം. പക്ഷെ അപ്പോഴും നമ്മൾ പേഷ്യന്റ് ആയിരിക്കണം. ദെൻ പെർസിസ്റ്റന്റ് ആയിരിക്കണം. ത്രൂ ഔട്ട് ദ ഇയർ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അത് 1 or 2 ദിവസം കൊണ്ട് ഒരു പാഷൻ ഉണ്ടായിട്ട് പെട്ടെന്ന് കുറച്ച് ദിവസം ചെയ്താൽ കിട്ടുന്ന ഒരു സംഭവമല്ല. സോ ആദ്യത്തെ പയ്യന്റെ കേസിൽ നമ്മൾ അങ്ങോട്ട് തന്നെ വരാം. അവിടെ അവൻ ഫസ്റ്റ് ടൈം ഹി വാസ് നോവർ, അവന് കിട്ടിയില്ല. പക്ഷെ അവൻ MBBS തന്നെ വേണമായിരുന്നു. സോ എന്ത് സ്ട്രഗിളുകൾ എടുക്കാനും റെഡി ആയിരുന്നു. സോ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തു, കിട്ടിയില്ല. മൂന്നാമതും റിപ്പീറ്റ് ചെയ്തു, കിട്ടിയില്ല. 4ാമത്തെ റിപ്പീറ്റിലാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടും. എന്നാൽ രണ്ടാമത്തെ ഇൻസ്റ്റൻസിലെ കുട്ടി അവൻ ഹൈലി ഇന്റലിജന്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം അവൻ ജസ്റ്റ് ഒരു മാർജിനിലെത്തി, MBBS അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷെ താഴെയുള്ള കോഴ്സിലോട്ട്, MBBS തൊട്ട് താഴെയുള്ള കോഴ്സിലോട്ട് അഡ്മിഷൻ എടുത്തത്. സോ ഇവിടെ വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കുട്ടി ഹൈലി പേഷ്യന്റ് ആയിരുന്നു. ധാരാളം അവന് എന്ത് സ്ട്രഗിളും മറികടക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹൈലി പാഷനേറ്റ് ആയിരിക്കണം. വി ഷുഡ് ബി പേഷ്യന്റ് ഇനഫ് ആസ് വെൽ ആസ് പെർസിസ്റ്റന്റ്. അപ്പൊ ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ പോയിന്റിൽ എത്തും. സപ്പോസ് നിങ്ങളുടെ പ്രകൃതിയുടെ ഒരു നിയമമാണ്, നമ്മളിപ്പം ഒരു ഫിനിഷിംഗ് പോയിന്റ് വെച്ചു. അപ്പൊ അതിനകത്ത് ഒരു സ്ലോ റണ്ണറും ഉണ്ട്, ഒരു ഫാസ്റ്റ് റണ്ണറും ഉണ്ട്. ഉറപ്പായിട്ടും ആദ്യം എത്തുക ഫാസ്റ്റ് റണ്ണർ ആയിരിക്കും. പക്ഷേ സ്ലോ റണ്ണർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. അതിലൊരു തർക്കവും ഇല്ലല്ലോ. നിങ്ങൾ സ്ലോ ആണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, ബട്ട് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അവിടെ എത്താൻ സാധിക്കും. പക്ഷെ നീറ്റിന്റെ കേസിൽ ഒരു ഫൈനൽ ക്ലിയറൻസ് ഉണ്ട്, എക്സാം ഉണ്ട്. അവിടെ പാനിക് ആകാതെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും you can reach it എന്നാണ് നമുക്ക്, and from my experience I can tell you, you move on. If you move, you will reach. So be confident. All the best. Thank you for watching.